ഞാൻ ഇന്ന് ഒരു മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ കുറച്ച് മത്തി വാങ്ങി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ കുറച്ച് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം 2 പേർക്ക് രണ്ട് നേരം കഴിക്കാനുള്ള മീനാണിത്. ഇനിയും നമുക്ക് ഈ മീൻകറി വെക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇനിയും കടുക് വറക്കാൻ വേണ്ടി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉള്ളി അരിഞ്ഞത്, ഇച്ചിരി കരിയാപ്പില. ഇത്രയും വേണം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കാൻ. നമ്മൾ എത്ര മീനാണോ വാങ്ങി അതിനനുസരിച്ചുള്ളത്. പിന്നെ കടുക് വറുക്കാൻ വേണ്ടി ഇച്ചിരി കടുക്, മുളക്, മല്ലി, മഞ്ഞൾ, പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് പുളി, മീൻ പുളി എന്ന് പറയും. നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞാൽ മീൻകറി മീൻ ചട്ടിക്കകത്ത് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ മാൾട്ടയിലാണെങ്കിൽ പോലും ഞാൻ മീൻകറി മീൻ ചട്ടിക്കകത്താണ് വെക്കുന്നത്. എനിക്കതാണ് അതിൻ്റെ ഇഷ്ടം. മീൻ ചട്ടി മലയാളീസിൻ്റെ കയ്യിൽ കാണും. ഞാനും അവിടെ വാങ്ങി വെച്ച് ഇതുപോണക്ക് ഇടയ്ക്ക് വല്ല മീൻകറി വെക്കാനായിട്ട്. അതുപോലെ എനിക്കിഷ്ടം മീൻകറി മീൻ ചട്ടിക്കകത്ത്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി കടുകും ഉലുവയും കൂടിയാണ് ഇടാൻ പോകുന്നത്. ഉലുവ ഇട്ടില്ലെങ്കിൽ മീൻകറിക്ക് ഒട്ടും ടേസ്റ്റ് കാണത്തില്ല. സോ ഞാൻ ഇതിനെയും ഇടാൻ പോവാണ്. എന്നിട്ട് മൂപ്പിക്കണം ശരിക്കൊന്ന്. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളി അരിഞ്ഞതും കൂടെ ഒരുമിച്ചിടും. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കണം. മുമ്പ് എടുത്തു വെച്ച കരിയാപ്പിലക്കകത്തുനിന്ന് ഞാനൊരു കുറച്ച് കരിയാപ്പില മാത്രമേ കടുക് വറക്കാൻ എടുക്കുന്നുള്ളൂ. ഇത് ഫുള്ള് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇത് ബാക്കി ഞാൻ കറി വെന്ത് കഴിഞ്ഞ് അവസാനം ഒന്നുകൂടെ അതിൻ്റെ മണ്ടയിൽ ഇടാനായിട്ടാണ് ഈ ഭാഗം വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പതിയെ മൂത്ത് വരുവാണ്. ഈ സമയത്ത് വേണം കരിയാപ്പില ഇച്ചിരി ഇടാൻ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് മണം വരും. നമ്മൾ ഈ മല്ലിയും മുളക് പൊടിയും ഡയറക്റ്റ് അങ്ങനെ ഇടത്തില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചട്ടിക്കകത്ത് കിടന്ന് അതങ്ങ് കരിഞ്ഞു പോകും. അതിനകത്തോട്ട് ഇച്ചിരി വെള്ളമിട്ട് ചാലിക്കും. എന്നിട്ടേ നമ്മൾ മല്ലിയും മുളകും മീൻകറിക്കകത്തോട്ട് ഇടത്തുള്ളൂ. ഞാനിവിടെ ആദ്യം ഇട്ടത് മല്ലിയാണ്. കാരണം മല്ലി ഇച്ചിരി ഏറെ മൂക്കേണ്ടതുണ്ട്. മുളക് പൊടി രണ്ടാമത് ഇട്ടാൽ മതി, അല്ലേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും മല്ലി. മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. മല്ലി ഇച്ചിരി കൂടെ മൂത്തിട്ട്. അതിനുശേഷം ഞാൻ മുളക് പൊടിയും കൂടെ ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റണം. നമുക്ക് ആ മുളക് പൊടിയുടെ സ്മെല്ലൊക്കെ പോയി എന്ന് മനസ്സിലാകുന്നത് വരെ. ഇൻ കേസ് ഈ സമയത്ത് ഒരു ഇച്ചിരി എണ്ണ കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എണ്ണ എത്രത്തോളം വേണമെന്നുള്ളത് കാണുമ്പോൾ അറിയാമല്ലോ. അന്നേരം അതുകൂടി ഇച്ചിരി ആഡ് ചെയ്യാം. എൻ്റെ പൊടി അടി പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് ചാറ് പോണക്കാക്കി. അല്ലെങ്കിൽ പൊടി അങ്ങ് കരിഞ്ഞു പോകുമായിരുന്നു. എന്തായാലും ചാറ് പോണക്കി ചാറിന് തിളയ്ക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ആ പുളിയും കൂടെ കഴുകി വെച്ച പുളിയും ആ പുളിയുടെ വെള്ളവും കൂടെ ഇച്ചിരി ഒഴിക്കണം. എന്നിട്ട് ഇത് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മീനിടാവുള്ളൂ. കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് ചാറൊന്ന് തിളയ്ക്കാൻ വേണ്ടി നല്ല അടച്ച് നമ്മൾ വെക്കാൻ പോവാണ്. നമ്മൾ അടച്ച് കുറച്ച് നേരം വെക്കണം ഇത് തിളയ്ക്കാനായിട്ട്. ഈ ചാറ് നമ്മളിപ്പം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചേക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയാണ്. അന്നേരം തന്നെ നമ്മൾ മീൻ ഇടുവാണെങ്കിൽ ആ മീനും കൂടെ കിടന്ന് തിളച്ച് വെന്ത് അതങ്ങ് പൊടിഞ്ഞു പോകും. പിന്നെ കറി ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ആ ചാറ് ആദ്യമേ വെന്ത് കഴിഞ്ഞ് പിന്നെ മീൻ ആ വെള്ളത്തിലോട്ട് ഇടണം. തെറിക്കാതെ കൊണ്ട് വേണം നമ്മൾ ഇടാൻ. ചട്ടി കഴിയില്ല. എൻ്റെ മീൻകറി ഇവിടെ വെന്തു. എണ്ണയൊക്കെ എൻ്റെ മണ്ടയിൽ തെളിഞ്ഞൊക്കെ വന്നു. ഇതാണ് എൻ്റെ അടിപൊളി മീൻകറി എന്ന് പറഞ്ഞത്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.